മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 11 തിരുവചനം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സങ്കീർത്തകനായ ദാവീദ് അനുതാപ ഹൃദയത്തോടെ കർത്താവിനെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ജ്ഞാനപൂർണമായൊരു പ്രാർത്ഥന. ദാവീദിന് അറിയാമായിരുന്നു പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതത്തിന്റെ ദുരന്തം എത്ര വലുതാണെന്ന്. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ആശ്രയിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ മാത്രം മുറുകെ പിടിച്ച് മുന്നേറുവാൻ ഈ ശുശ്രൂഷയിൽ നമുക്ക് തീഷ്ണതയോടെ ആഗ്രഹിക്കാം. മനസ്സിന്റെ സകല ഭാരങ്ങളും വിട്ടുകളഞ്ഞ് നമ്മൾ ആകുലപ്പെടുത്തുന്ന, നമ്മൾ അസ്വസ്ഥരാക്കുന്ന പലവിധ പ്രതിസന്ധികളുണ്ട്, തകർച്ചകളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്തുമാകട്ടെ, എല്ലാം പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന സമയം അനേകർ ആത്മ പകർച്ചുകൊണ്ട് കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മ സമൃദ്ധി ഒഴുകപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങള് പരിശുദ്ധാത്മ അനുഭവം പ്രാപിക്കാൻ, നമ്മുടെ തലമുറ പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിതമാകുവാൻ, എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ സകലവിധ ആവശ്യങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അതിശക്തമായ ദൈവ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടുന്ന സമയം, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വരണമേ, ശക്തിയോടെ വരണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ, സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മ സമൃദ്ധി നൽകണമേ, പരിശുദ്ധാത്മ സമൃദ്ധി നൽകണമേ. ഈ ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണമേ, പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണമേ. പതിനായിരങ്ങൾ ആത്മപകർച്ചയാൽ നിറയട്ടെ, പകർച്ചയാൽ നിറയട്ടെ. ജനലക്ഷങ്ങൾ ആത്മശക്തിയാൽ പൂരിതരാകട്ടെ. ഹല്ലേലൂയ. ആദിമ സഭയുടെ അനുഭവം നൽകണമേ. പരിശുദ്ധാത്മ തീ കത്തട്ടെ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മനിറവോടെ ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ആയിരങ്ങളിലേക്ക് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മ ഇറങ്ങി വരുന്ന സമയം എല്ലാം മറന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിലേക്ക് മഴയായി പെയ്യട്ടെ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ ഇന്ന് ഞങ്ങളെ മേലത് പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എല്ലാവരും സ്വരമുയർത്തി പാടി പ്രാർത്ഥിച്ച് വരിക വരിക പരിശുദ്ധാത്മാവേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ.
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ വലിയ ഉണർവോടെ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ അഭിഷേകം പകരണമേ. മഴയായി പെയ്യട്ടെ. കാറ്റായി വീശട്ടെ. കാറ്റായി വീശട്ടെ. നദിയായി ഒഴുകട്ടെ. നദിയായി ഒഴുകട്ടെ. തീയായി കത്തട്ടെ. തീയായി കത്തട്ടെ. മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോട് ആത്മാവിനെ വിളിച്ച് പാടി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ വരണമേ. 10,000-ങ്ങളിൽ സ്വർഗീയ തീയായി കത്തിപ്പടരണമേ. മഴയായി പെയ്യട്ടെ. ഒരിക്കൽ കരങ്ങൾ താഴ്ത്തി അടിച്ച് ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. 10,000-ങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ പൈശാചികാധിപത്യങ്ങളെ നിർവീര്യമാക്കണമേ. സാത്താൻ കോട്ടകളെ തകർക്കണമേ. പിശാച് കുരുക്കി വെച്ച ജീവിതങ്ങളിൽ നിന്നും ആ കുരുക്കുകളെ പരിശുദ്ധാത്മാവേ അഴിച്ചു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അനുസരിക്കാനുള്ള അഭിഷേകം നൽകണമേ. ആത്മാവിൽ ജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ നൽകണമേ. കം കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധമ്മേ, ആത്മനിറവിൽ ഞങ്ങൾ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണിത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ഇന്ന് അനേകർ ഇപ്രകാരം പറയാറുണ്ട്, അഭിഷേകത്തിൽ വളരുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധി വേണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകണം. ഞങ്ങളുടെ തലമുറകൾ അഭിഷേചിതമാകണം. കാലഘട്ടത്തിൽ അഭിഷേകത്തിൽ നിറയാൻ, അന്ത്യകാല അഭിഷേകത്തിൽ കത്തിജ്വലിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അനേകർ ഇന്ന് ഇപ്രകാരം ആവശ്യപ്പെടാറുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം അഭിഷേകത്തിൽ നിറയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സമാധാനം ഒഴുകപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്കാർക്ക് ലേഖനം 4-ാം അധ്യായം 30-ാം തിരുവചനം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ വചനം വലിയൊരു വെളിപാടാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമ്മുടെ ജീവിതം സമാധാനത്തിന്റെയും കൃപയുടെയും
അനുഗ്രഹത്തിന്റെയും ജീവിതമായി മാറണമെങ്കിൽ ഈ വചനം നമ്മൾ അനുസരിച്ചേ മതിയാകൂ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കാതെ നമ്മൾ ആത്മാവിന്റെ സ്വരം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറുകയാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. ഗലാത്യക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ ആത്മാവിന്റെ സ്വരമനുസരിച്ച് വ്യാപരിക്കുവിൻ. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു തിരുവാക്യമാണിത്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ജീവിക്കുക, ആത്മാവിന്റെ സ്വരമനുസരിച്ച് ജീവിക്കുക. ആരെല്ലാം കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, ആരെല്ലാം അവരുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിച്ചിട്ടുണ്ടോ, ഇത് അവർക്കുള്ള മെസ്സേജാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വരമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നമ്മൾ. നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടണമെങ്കിൽ ഈ വചനം നമ്മൾ അനുസരിച്ചേ മതിയാകൂ. പരിശുദ്ധാത്മാവിന്റെ സ്വരമനുസരിച്ച് ജീവിക്കുക. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് നമ്മൾ അനുസരണക്കേട് കാണിച്ച് നിരന്തരം അനുസരണക്കേട് കാണിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മങ്ങി അത് കെട്ടുപോകും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് പകർന്ന അഭിഷേകം മങ്ങിപ്പോയതിന്റെ കാരണം, ഇന്ന് പലരുടെയും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിർവീര്യമായതിന്റെ കാരണം അവർ നിരന്തരം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ച് ജീവിച്ചതാണ്. നമുക്കൊരു തീരുമാനമുണ്ടാകണം ആത്മാവിന്റെ ശബ്ദത്തെ അനുസരിക്കുവാനായിട്ട്. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. വളരെ പ്രശസ്തനായ ഒരു മിഷണറി, അദ്ദേഹം ഒരു വലിയ ബൈബിൾ കൺവെൻഷനായി ഒരു ദേശത്തേക്ക് കടന്നു ചെന്നു. ജനലക്ഷങ്ങളാണ് കർത്താവിന്റെ സുവിശേഷം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്നത്. ആദ്യ ദിവസത്തെ കൺവെൻഷനിൽ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം പേര് പങ്കെടുക്കുകയാണ്. അത്ഭുതകരമായ ആത്മപകർച്ചയാൽ ജനത്തെ കർത്താവ് നിറച്ചു. അത്ഭുത രോഗശാന്തികള്, അത്ഭുത ഡെലിവറൻസുകള്, കർത്താവിന്റെ സുവിശേഷ സത്യങ്ങൾ കേട്ട് ജനം കൂട്ടമായി മാനസാന്തരപ്പെട്ടു. അനേകർ തങ്ങളുടെ ജീവിതത്തെ യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. ആദ്യ ദിനത്തിൽ തന്നെ അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെടുകയാണ്. 2-ാം ദിനത്തിൽ ഈ മിഷണറി ആ പട്ടണത്തിൽ തൻ്റെ അങ്കിള് താമസിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി തൻ്റെ അങ്കിളിനെ കണ്ടിട്ട് ശുശ്രൂഷയ്ക്ക് വന്ന ഈ അവസരത്തിൽ അങ്കിളിന്റെ ഭവനത്തിൽ ചെന്ന് തൻ്റെ അങ്കിളിനോടും കുടുംബത്തോടൊപ്പം ലഞ്ച് കഴിക്കാമെന്ന് ചിന്തിച്ച് അദ്ദേഹം ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അങ്കിളിനെ കണ്ടു, വലിയ സന്തോഷമായി. അല്പം കഴിഞ്ഞവരെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ മിഷണറിയോട് പറഞ്ഞു, നീ പെട്ടെന്ന് പോയി പ്രാർത്ഥിക്കുക, നീ പെട്ടെന്ന് എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുക, എനിക്ക് ചില ദൂതുകൾ നിനക്ക് നൽകാനുണ്ട്. എന്നാൽ ഈ മിഷണറി ചിന്തിച്ചു, ഞാൻ നാളുകളായി എൻ്റെ അങ്കിളിനെ കാണുകയാണ്, അല്പനേരം സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നൽകിയ ആ സ്വരത്തോട് അദ്ദേഹം അനുസരണക്കേട് കാണിച്ചു. ആ ശബ്ദത്തെ അനുസരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വീണ്ടും പരിശുദ്ധാത്മാ പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്കുക, നീ പോയി പ്രാർത്ഥിക്കുക. അദ്ദേഹം വീണ്ടും ആ ശബ്ദത്തെ നെഗ്ലക്ട് ചെയ്യാണ്, ബോധപൂർവം അവഗണിച്ചു കളഞ്ഞു. അങ്ങനെ സമയങ്ങൾ കഴിഞ്ഞുപോയി. 2-ാം ദിനത്തിൽ കൺവെൻഷനായ അദ്ദേഹം സ്റ്റേജിലോട്ട് വരികയാണ്. ആദ്യ ദിനത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അനുഭവിച്ച ജനം 2-ാം ദിനത്തിനായപ്പോൾ 10 ലക്ഷം എന്നുള്ളത് അത് ഏകദേശം 15 ലക്ഷത്തോളത്താണ്. ജനങ്ങനെ ഓടിക്കൂടുകയാണ്. ആ പട്ടണം കുലുങ്ങുമാറ് അനേകം ദേശങ്ങളിൽ നിന്ന് ജനം കർത്താവിന്റെ വചനം കേൾക്കാൻ ഓടിക്കൂടി. എന്നാൽ പ്രിയപ്പെട്ടവർ, അദ്ദേഹം വലിയ സ്നേഹത്തോടെ വിളിച്ചു, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. എന്നാൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി, ഞാൻ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, എന്നാൽ പരിശുദ്ധാത്മാവ്
അന്നത്തെ ശുശ്രൂഷയിൽ ഇറങ്ങി വന്നില്ല. പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മധ്യേ പ്രവർത്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് പ്രസംഗിച്ച വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. അന്നത്തെ ഗാന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. ഭയങ്കരമായ വരൾച്ച. അദ്ദേഹം ചിന്തിച്ചു, ഈ എങ്ങനെയെങ്കിലും ഈ വചന ശുശ്രൂഷ കഴിഞ്ഞാൽ മതി. അതുപോലെ ഒരു മരുഭൂമി അനുഭവം, ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അദ്ദേഹം തന്റെ ആത്മാവിൽ ഭയങ്കരമായ ഒരു വരൾച്ച അനുഭവിക്കുകയാണ്. ശുശ്രൂഷ എങ്ങനെയൊക്കെ തീർന്നു പോയി. ജനം ചിന്തിച്ചു, ഇന്നലെ അതിശയകരമായ ആത്മപ്രവർത്തികളായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയായിരുന്നു. ഇന്ന് എന്താ സംഭവിച്ചത്? ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യത്തിന് നിറവുണ്ടായില്ല. ജനം അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ഈ മിഷണറി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് ചങ്കുപൊട്ടി നിലവിളിച്ചു, ഓ ലോർഡ്, കർത്താവേ, എന്തുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മ സാന്നിധ്യമില്ലാതെ പോയത്? ഈ സമയത്ത് അദ്ദേഹം വ്യക്തമായൊരു ശബ്ദം കേൾക്കുകയാണ്, ഡിസൊബീഡിയൻസ്. നീ എന്റെ ശബ്ദത്തോട് അനുസരണക്കേട് കാണിച്ചു, നീ എന്റെ ശബ്ദത്തെ അവഗണിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആ മിഷണറിയോട് പറഞ്ഞു, നീ എന്നോട് അനുസരണക്കേട് കാണിച്ചു, നീ എന്നെ ദുഃഖിപ്പിച്ചു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഈ മെസ്സേജ് ആ മിഷണറിക്ക് മാത്രമുള്ളതല്ല, എനിക്കും നിങ്ങൾക്കുമുള്ള കർത്താവിന്റെ ആലോചനയാണിത്. പ്രിയപ്പെട്ടവരെ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സത്യം സഹോദര, സഹോദരി, നമ്മൾ മറന്നു പോകരുത്. ഇത് മറന്നാൽ നമ്മുടെ ജീവിതം നരകതുല്യമായിട്ട് മാറും. ഇന്ന് 10,000 നട്ടം തിരിയുകയാണ്. സന്തോഷമില്ല, സമാധാനമില്ല, പ്രത്യാശയില്ല, ജീവിതത്തോട് മടുപ്പ് തോന്നി. എന്തിനാ ജീവിക്കുന്നത് ചിന്തിച്ച് യാന്ത്രികമായി ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എന്താ കാരണം? ആത്മാവിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ മങ്ങിപ്പോയി. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 10-ാം തിരുവചനം. എന്നിട്ടും അവർ അവിടുത്തെ എതിർത്തു, പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. അതിനാൽ ദൈവം അവരുടെ ശത്രുവായി തീർന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബൈബിളിൽ ഈ വചനം അടിവരയിടണം. എന്നിട്ടും അവർ അവിടുത്തെ എതിർത്തു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതിനാൽ ദൈവം അവരുടെ ശത്രുവായി തീർന്നു. ഈ വചനം വലിയ ഒരു വെളിപാടാണ് നമുക്ക് തരുന്നത്. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കർത്താവ് എൻ്റെ ആത്മാവിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. വീണ്ടും വീണ്ടും ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനത്തിന് ചില മർമ്മങ്ങൾ പരിശുദ്ധാത്മ പകർന്നു തരികയായിരുന്നു. ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ജീവിക്കുന്നുവോ അവർക്ക് ദൈവം ശത്രുവായി തീരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ശത്രുവായി മാറിയാൽ പിന്നെ ആ ജീവിതത്തിന് പറയുന്ന പേരെന്താ? നരകമെന്നല്ലേ. പിന്നെ സമാധാനം ഉണ്ടോ സഹോദര? നമുക്ക് പ്രത്യാശയുണ്ടോ? നമുക്ക് ആനന്ദമുണ്ടോ? അനുഗ്രഹത്തിന്റെ സമ്പന്നതയുണ്ടോ? പരിശുദ്ധാത്മാവിന് നിറവുണ്ടോ? നമ്മുടെ ജീവിതം വിജനമായ മരുഭൂമിക്ക് തുല്യം, നമ്മുടെ ജീവിതം നരകതുല്യമായി, നമ്മുടെ ജീവിതം ദുഃഖപൂർണമായി മാറുന്നു. എന്താ കാരണം? ദൈവം നമ്മുടെ ശത്രുവായി തീരുന്നു. കർത്താവിന്റെ തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിനെ നിരന്തരം വേദനിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് ശത്രുവായി തീരുന്നു. ഇത് എന്തൊരു വചനായത്! നിങ്ങൾ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ശരിക്കും ഈ വചനം ധ്യാനിക്കണം. ഒരുപാട് വെളിപ്പെടുത്തലുകൾ പരിശുദ്ധാത്മാവ് നൽകും. അത്രയും പ്രധാനപ്പെട്ടതാണ് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. വേറൊരു മിഷണറി, അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട്
തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു മിഷണറിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ആ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ തൻ്റെ സുഹൃത്ത് അവിടെ ടെലിവിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ആ ടെലിവിഷനിൽ റെസ്ലിംഗ് നടക്കുക. റെസ്ലിംഗ് അത് വലിയ വലിയ ഭീമാകാരമായ ഭയങ്കരമായ മസലൊക്കെയുള്ള വ്യക്തികൾ തമ്മിലുള്ള ഗുസ്തി, ഇടിയാണ്. ഭയങ്കരമായ ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുറേ പേർക്കൊക്കെ ഈ റെസ്ലിംഗ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആദ്യ നാളുകളിൽ റെസ്ലിംഗ് ഭയങ്കരമായി ഇഷ്ടമായിരുന്നു. ഭയങ്കര ഒരു ആവേശമാണല്ലോ അത് കാണുമ്പോൾ തന്നെ. ഇദ്ദേഹം ഈ റെസ്ലിംഗിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് പറഞ്ഞു, നോ, നീ ഇതിപ്പോൾ വാച്ച് ചെയ്യരുത്, നീ റെസ്ലിംഗ് ഇപ്പോൾ കാണരുത്. പക്ഷെ അദ്ദേഹം ആ ശബ്ദത്തെ നെഗ്ലക്റ്റ് ചെയ്തു. വീണ്ടും അദ്ദേഹം അത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും പരിശുദ്ധാത്മ പറഞ്ഞു, നോ, ഇപ്പോൾ നീ അത് കാണരുത്, ഇപ്പോൾ നീ അല്പസമയം പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മ സംസാരിക്കും. നിശ്ചയമായി സംസാരിക്കും. ആരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവോ അവരുടെ ജീവിതത്തിൽ ഈ വിധം പരിശുദ്ധാത്മാവ് ഇടപെടും. ഈ വിധം പരിശുദ്ധാത്മ സംസാരിക്കും. ഈ വിധം പരിശുദ്ധാത്മ പ്രവർത്തിക്കും. നമുക്ക് പലപ്പോഴും ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തതിന് കാരണം, നമുക്ക് പലപ്പോഴും ആത്മാവിന്റെ സാന്നിധ്യം വ്യക്തമായി അനുഭവിക്കാൻ പറ്റാത്തതിന് കാരണം, നമ്മൾ പലരും പരിശുദ്ധാത്മാവിലല്ല ജീവിക്കുന്നത്. നമ്മളെ പലരും നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, നമ്മുടെ വികാരങ്ങളാണ്, നമ്മുടെ ഇച്ഛകളാണ്, നമ്മുടെ മോഹങ്ങളാണ്, നമ്മുടെ ആസക്തികളാണ്. പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മളെ പലപ്പോഴും നിയന്ത്രിക്കുന്നത്, നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ, ആത്മസാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പലപ്പോഴും ഇന്ന് കഴിയാതെ പോകുന്നത്. എന്നാൽ ഈ മിഷണറി പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവനായിരുന്നു. ശക്തമായ ആത്മ നടത്തിപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മ പറഞ്ഞു, നോ, നീ ആ റെസ്ലിംഗ് കാണരുത്. മൂന്നാം പ്രാവശ്യവും ഹോളി സ്പിരിറ്റ് വ്യക്തമായിട്ട് പറഞ്ഞു, നീ ആ റെസ്ലിംഗ് പ്രോഗ്രാം കാണരുത്, ഇപ്പോൾ നീ പ്രാർത്ഥിക്കുക, എനിക്ക് നിന്നോട് ചില ദൂതുകൾ പറയാനുണ്ട്. വീണ്ടും ആ ശബ്ദത്തെ അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, മൂന്നാം പ്രാവശ്യവും ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് അനുസരണക്കേട് കാണിച്ച് ഞാൻ അവിടുത്തെ വേദനിപ്പിച്ചപ്പോൾ, ദുഃഖിപ്പിച്ചപ്പോൾ ആത്മാവിന്റെ പ്രസൻസ് എന്നെ വിട്ടുപോയി. ആത്മാവിന്റെ അഭിഷേകം എന്നെ വിട്ടുപോയി. പ്രകടമായി അദ്ദേഹത്തിന്റെ സ്പിരിറ്റിൽ മാത്രമല്ല, ശരീരത്തിൽ അത് അനുഭവിക്കാൻ പറ്റി. ആത്മാവ് വിട്ടുപോയത് അദ്ദേഹം പിന്നീട് പറയായിരുന്നു. 3 ദിവസം അദ്ദേഹം അനുതാപ ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞ് ചങ്ക് പൊട്ടി, കർത്താവേ ക്ഷമിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നോട് കരുണ കാണിക്കണമേ. അദ്ദേഹം നിലവിളിച്ച് അനുതാപ ഹൃദയത്തോടെ 3 ദിവസക്കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീണ്ടും ആത്മശക്തി അദ്ദേഹത്തിന് മേൽ കടന്നു വന്നത്. നഷ്ടപ്പെട്ടു പോയ ആത്മാവിന്റെ അഭിഷേകം വീണ്ടും അദ്ദേഹത്തിൽ കത്തിജ്വലിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സഹോദര സഹോദരി, നിനക്ക് കൃപയിൽ വളരണോ? ആത്മാവിന്റെ ആനന്ദത്തിൽ ജീവിക്കണോ? കർത്താവിന്റെ സ്വസ്ഥതയിൽ നിന്റെ കുടുംബം നിറയപ്പെടണോ? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ജീവിക്കണം. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16:14 നമ്മൾ ഓർത്തിരിക്കേണ്ട തിരുവാക്യമാണ്. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ഇത് എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരന്തമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത് ക്യാൻസർ രോഗം വരുന്നതല്ല, ജോലി നഷ്ടപ്പെടുന്നതല്ല, നമുക്കുണ്ടാകുന്ന ചില അപകടങ്ങളല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ കഷ്ടനഷ്ടങ്ങളല്ല, ബിസിനസ്സിൽ വരുന്ന പരാജയമല്ല, ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ദുരന്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ആത്മാവില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചത്, കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. റെവലേഷൻ, ഇത് വലിയൊരു ജ്ഞാനമാണ് പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു വെളിപാടാണ്. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് ആ വ്യക്തി വിട്ടുപോകാനാണ്? അല്ല, എന്നേക്കും ആ വ്യക്തിയോട് കൂടെ ജീവിക്കാൻ, എന്നേക്കും ആ വ്യക്തിയോട് കൂടെ വസിക്കാനാണ് പരിശുദ്ധാത്മാവ് ഒരു ജീവിതത്തിലേക്ക് വരുന്നത്. എന്നാൽ തിരുവചനം പറയുകയാണ്, സാവൂളിനെ
പരിശുദ്ധാത്മ വിട്ടുപോയി. എന്താ കാരണം? സാവൂള് നിരന്തരം പരിശുദ്ധാത്മാവിനോട് അനുസരണക്കേട് കാണിച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു. അഭിഷേകം മങ്ങി അവസാനം ആത്മാവിൻ്റെ സാന്നിധ്യം അവനെ വിട്ടുപോവുകയാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അമലേക്യരെ മുഴുവൻ നശിപ്പിക്കാൻ വ്യക്തമായി ദൈവാത്മാവ് മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നാൽ സാവൂള് അമലേക്യ രാജാവായ അഗാഗിനെയും തടിച്ച കൊഴുത്ത ആടുമാടുകള് പശുക്കള് ഇതെല്ലാം എടുത്ത് അവൻ സൂക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ സാവൂള് അവഗണിച്ചു കളഞ്ഞു. തന്മൂലം എന്തുണ്ടായി? രാജ്യത്വത്തിൽ നിന്ന് കർത്താവിനെ നീക്കം ചെയ്യുകയാണ്. വീണ്ടും ഇതുപോലെ പല അനുസരണക്കേടുകൾ കാണിക്കുന്നുണ്ട്. അവസാനം സംഭവിച്ചത് എന്താണെന്നറിയോ? കർത്താവിൻ്റെ അരൂപി അവന് വിട്ടുപോയിട്ട് സാവൂൾ ആത്മഹത്യ ചെയ്തു. അഭിഷേകം പ്രാപിച്ച സാവൂള്, അഭിഷിക്തനായിരുന്ന സാവൂള് തൻ്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് സ്വന്തം വാളിന്റെ മുകളിൽ വീണ് മരിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് വേറെ എന്ത് നഷ്ടപ്പെട്ടാലും, എൻ്റെ സഹോദര സഹോദരി, ആരോഗ്യം നഷ്ടപ്പെട്ടാലും, സമ്പത്ത് നഷ്ടപ്പെട്ടാലും, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലും, നമ്മുടെ പദവികൾ നഷ്ടപ്പെട്ടാലും, സൗന്ദര്യം നഷ്ടപ്പെട്ടാലും നീ വിഷമിക്കണ്ട. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ അവിടുത്തെ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുകയാണ്. കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ ഈ ആത്മീയ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നമുക്കൊരു ഉറച്ച തീരുമാനമുണ്ടാകണം. എന്തൊക്കെ നഷ്ടം സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വില കൊടുക്കേണ്ടി വന്നാലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയില്ല. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് ഒന്ന് മുട്ടുകുത്തി നിൽക്കുക. പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന സമയമാണ്. കൊർന്നല്യൂസിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, സെഗിയോൻ മാളികയിലേക്ക് ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് 10,000ങ്ങളുടെ മേൽ ശക്തിയോടെ കടന്നു വരുന്ന സമയം, ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിനെ ഓർത്ത് പലപ്പോഴും പല വാണിങ്ങുകൾ നൽകി, പല മുന്നറിയിപ്പുകൾ നൽകി. ചിലത് ചെയ്യരുതെന്ന് പറഞ്ഞു, ചിലത് കാണരുതെന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ശബ്ദത്തോട് അനുസരണക്കേട് കാണിച്ചു. അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ച് ഹൃദയം പൊട്ടി ഒന്ന് ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവേ വരിക വരിക, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ മേൽ ശക്തിയോടെ വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അഭിഷേകത്തിന് പാപക്കെട്ടുകള്, ശാപക്കെട്ടുകള്, പൈശാചികാധിപത്യങ്ങള് പരിശുദ്ധാത്മാവിന്റെ തീയിൽ കരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അങ്ങയുടെ ശബ്ദം അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ കൃപാവരങ്ങൾ പൂരിതമാക്കണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ അനുഭവത്താൽ 1000ങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മ പകർച്ചയാൽ 10,000ങ്ങളെ പൂരിതമാക്കണമേ. ബ്ലെസ് ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദി നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഈ സന്ദേശം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. കൃത്യമായൊരു തീരുമാനം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ ഇനി ദുഃഖിപ്പിക്കുകയില്ല. നിസ്സാര കാര്യങ്ങളിൽ പോലും ഞാൻ ആത്മാവിൻ്റെ ശബ്ദം അനുസരിച്ച് ജീവിക്കും. ഈ ഒരു തീരുമാനത്തോടെ നമുക്ക് ഈ വിശ്വാസയാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സമർപ്പണത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,